ഇന്നലെ രാഹുൽ ഗാന്ധി കോട്ടയത്ത് പറഞ്ഞത് കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്ന സ്വപ്നം കാണുന്നതാണ്. പല വനിതാ നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും നല്ലൊരു ഡ്രീമാണ് അത്, നല്ല സ്വപ്നമാണ്. നമുക്ക് തന്നെ ഒരു വനിതകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന് പറയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായ വളരെ നല്ല കാര്യമല്ലേ? അതിനെന്ത് കുഴപ്പം? അല്ല, അതെനിക്കറിയില്ല, ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. അതുപോലെ ഇപ്പോ ഇനി തെരഞ്ഞെടുപ്പില് വോട്ടെടുപ്പിന് 9 ദിവസം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിൽ UDF 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. പറഞ്ഞോ, ട്രോള പിന്നെ പറയാ. എന്താണ് സംഭവം? ചോദ്യം ചോദിക്കുക താങ്കൾ. ഞാൻ പറയട്ടെ, പിണറായി വിജയൻ എന്ന് പറഞ്ഞു, അതായത് സോണിയാഗാന്ധിയുടെ പടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തുണ്ടായിരുന്നു അല്ലെ? പിണറായി വിജയന്റെ പടമുള്ള ആദ്യം വന്നത്, പുറത്തു വന്നത്. അങ്ങനെ പിണറായി വിജയൻ ഈ കളവിൽ പങ്കല്ലോ? അല്ലല്ല. എന്റെ ചോദ്യം ഇതാണ്, പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ആദ്യം വന്ന പടം അതാണ്. അപ്പൊ അല്ല ഞാൻ ചോദിക്കട്ടെ, ഏത് പബ്ലിക് ഫംഗ്ഷൻ ആണെങ്കിലും സ്വകാര്യം പറയുന്നതും സംസാരിക്കുന്നതും നല്ല അല്ലല്ല. ഞാൻ ധോണിയായിട്ട് വീട്ടിലൊരാൾ, ഞാൻ ചോദിക്കട്ടെ, അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോകുമ്പോ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയോ അറിയപ്പെടുന്ന ആളുമാണോ? ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ ആദ്യത്തെ പടം വന്നപ്പോ ഞങ്ങൾ ആരും മുഖ്യമന്ത്രിക്ക് ഈ കൊള്ളയിൽ പങ്കെടുത്തെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്റെ വീട്ടിൽ എത്ര പേര് വന്നു പോകും? ഒരുപാട് ചിലർ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരും, ചിലർ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോകും. ഇതിൽ വന്ന ആരെങ്കിലും നാളെ ഏതെങ്കിലും സ്വർണ്ണ കള്ളക്കടത്ത് കേസിലോ വേറെ ഏതെങ്കിലും പോക്സോ കേസിലോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് ഞാൻ മിക്കവാറും പേരായിട്ട് ഫോട്ടോ കൊടുക്കും. ആ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾ വർത്തമാനം പറയാൻ പോലെ ഞാൻ ഒറ്റ കാര്യം, വെയിറ്റ് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നു. 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നു. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് കോടികൾ മേടിച്ചു, തിരിച്ച് ഒരു ഫേക്ക് മോൾഡ് അതിന്റെ ചെമ്പിലുണ്ടാക്കി അവിടെ കൊണ്ടുവച്ചു. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഈ കുറ്റവാളികൾക്കെതിരായി ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ, CPM നേതാവ്. അച്ചടക്ക നടപടി എടുക്കാൻ പേടിയാണ്. ബാക്കിയുള്ള മന്ത്രിമാരെയും മുൻമന്ത്രിയുടെയൊക്കെ പേര് അവർ പറയുന്നുള്ള പേടി കൊണ്ട് ഒരു അച്ചടക്ക നടപടി. എന്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് ശബരിമലയിലെ സ്വർണം കവർന്ന ഈ കള്ളന്മാർ ഇപ്പഴും ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുക? സോണിയാഗാന്ധി അല്ല ഈ ചോദ്യം. ആ കൊള്ളക്കാർക്കെതിരെ എന്തുകൊണ്ട് ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാതെ വിറച്ചു നിൽക്കുന്നു? മുട്ട് വിറച്ചു നിൽക്കാണ് പിണറായി വിജയൻ. അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാതെ. എന്നിട്ട് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു, സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. എന്നിട്ട് SIT സ്വാധീനിച്ച് ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ മേടിച്ചു കൊടുത്ത് അവരെ പുറത്തിറക്കി അവരെ പ്രൊട്ടക്ട് ചെയ്ത കൊള്ളക്കാരെ സംരക്ഷിച്ച ആളാണ് പിണറായി വിജയൻ.